മലയാളികൾ പണിയൊന്നുമില്ല. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യം ഊതിപ്പൊരിപ്പിച്ച് വലിയ ആളാക്കുക, എന്നിട്ട് RSSലേക്ക് കൊള്ളാവുന്ന സംഗീതമല്ല BJPയിലേക്ക് കൊള്ളാവുന്ന ആളുകളെ റിക്രൂട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഇവിടെ പലരുടെയും ജോലിയായി മാറി. അത് പ്രധാനമായും മീഡിയയുടെ തന്നെയാണ്. അവർക്കത് ചർച്ച കിട്ടണം. പിന്നെ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ ആയതുകൊണ്ട് പ്രേമനെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ ആയുധവും ഉപയോഗിക്കുക എന്നുള്ളതാണ് അവരുടെ പോളിസി. ഇതേലും അതിനൊരു മുമ്പ് എടുത്താണ്. കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയെ വിളിച്ചു വന്ന് കഴിഞ്ഞ തവണ എടുത്താണ്. അത് ഏശിയിട്ടില്ല. പ്രേമനൊക്കെ ക്രെഡിബിലിറ്റി ഉള്ള ഒരു നേതാവാണ്. പിന്നെ മുസ്ലിം സമുദായം നിങ്ങൾ വിചാരിക്കുമ്പോൾ വെറും ജമാഅത്തെ ഇസ്ലാമിക്കാരല്ല. ഇത് കേട്ട ഉടനെ അങ്ങോട്ട് ചാടി പോപ്പറെ. മുസ്ലിം സമുദായം നല്ല വിവരമുള്ള ആളുകളാണ്, മഹാഭൂരിഷം. അവർക്ക് കാര്യങ്ങൾ അറിയാം. പ്രേമൻ എന്തുകൊണ്ടാണ് പങ്കെടുത്തത്? പ്രേമൻ കേരളത്തിലെ ഒരു MP ആണ്. മാത്രമല്ല പ്രധാനമന്ത്രി വിളിച്ചൊരു കാര്യത്തിൽ അദ്ദേഹം പോയെന്നേ ഉള്ളൂ. അത് വിചാരിച്ച് അദ്ദേഹം BJP ആയി നടത്തുന്നുണ്ടോ? അതിന് മുമ്പ് അതിന് ശേഷം അല്ല അദ്ദേഹം നരേന്ദ്രമോദിക്ക് ശക്തമായി പ്രസംഗിച്ച ഒരാളാണ്. ഇപ്പൊ ഞാനാണ് അങ്ങനെ പൊസിഷനില്ലെങ്കിൽ പ്രധാനമന്ത്രി എന്നെ വിളിച്ച്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചാലും നമ്മൾ പോയില്ല. പക്ഷെ പ്രധാനമന്ത്രി വിളിക്കുന്ന സ്വാഭാവികമായിട്ട് നമ്മൾ അതിന് റെസ്പെക്ട് കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും ഇന്ത്യയുടെ നമ്പർ 1 ശത്രു എന്ന അദ്ദേഹമാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ പ്രധാനമന്ത്രി ഇത്രയും റെസ്പെക്ട് കൊടുക്കുന്നത്? അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ട്. അത് നരേന്ദ്രമോദിക്ക് പിണറായി വിജയൻ കൊടുക്കുന്ന റെസ്പെക്ട് അല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി കൊടുക്കുന്ന. ഇത് ജമാഅത്ത് ഇസ്ലാമി പറയുന്നതായിട്ട് തിരുത്താനുള്ളതല്ല ഇത്തരം നിലപാടുകളൊന്നും. അവർ പറഞ്ഞാൽ തിരുത്താതെ നിന്നിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി താലിബാൻ അയച്ചിട്ട് ഇസ്ലാമിക രാജ്യമായി പോയത്. അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമേ ആക്കാൻ, ചർച്ച പോലും ചെയ്യരുന്ന അഭിപ്രായക്കാരനായ. അതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഗുണം കിട്ടാമെന്ന് BJPക്കാണ്. അത് പെട്ടെന്ന് നേട്ടൊക്കെ മതി. തൃശ്ശൂർ അത്യാവശ്യം ദാരിദ്ര്യമുള്ള സ്ഥലമാണ്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ കേരളത്തിൽ കിട്ടേണ്ട അരിയുടെ വിഹിതം വെട്ടിക്കുറച്ചിട്ടാണ് ഈ അരി കൊടുക്കുന്നത്. അപ്പൊ അത് അത്തരം കാര്യങ്ങളൊക്കെ നന്നായി ക്യാമ്പയിൻ ചെയ്ത് തുറന്നു കാണിക്കാൻ LDFന് പറ്റിക്കഴിഞ്ഞാൽ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല. പക്ഷെ അത് തുറന്നു കാണിക്കാൻ പറ്റാതെ പോയ BJPയെ സംബന്ധിച്ചിടത്തോളം അത് ഈ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യാൻ പോകുന്ന കോളനികളൊക്കെ താമസിക്കുന്ന പാവങ്ങളാണ്. അവർക്ക് 25,000 രൂപയ്ക്ക് അരി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. നമ്മളൊക്കെ തന്നെ പുറത്തുനിന്ന് അരി മേടിക്കുമ്പോൾ അതിൽ 5 കിലോ അരിക്ക് ഏതാണ്ട് 500 രൂപയുടെ അടുത്ത് വില വരുന്നുണ്ട്. അപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഇലക്ഷൻ ക്യാമ്പയിനായിട്ട് ഉപയോഗിക്കാം. പക്ഷെ അതിനെ തുറന്നു കാണിക്കാൻ ഇടതുപക്ഷത്തിന് പറ്റിക്കഴിഞ്ഞാൽ, നല്ലവരുടെ പ്രധാനമന്ത്രി പറ്റിക്കഴിഞ്ഞാൽ അത് സ്റ്റാൻഡ് ചെയ്യുകയും ചെയ്യില്ല. കാരണം കേരളത്തിന്റെ അരിവീതം വെട്ടിക്കുറച്ച കാര്യം എല്ലാവർക്കും അറിയാം. നമ്മൾ 1 രൂപയ്ക്ക് അരി കൊടുത്തുകൊണ്ടിരുന്നതാണ് 10 രൂപയ്ക്ക് അരി കൊടുത്തുകൊണ്ടിരിക്കുന്ന കാർഡ് അനുസരിച്ച്. അപ്പൊ ആ അരിവീതം വെട്ടിക്കുറച്ചുകൊണ്ടാണ് ഈ രീതിയിൽ ഇലക്ഷന്റെ തൊട്ട് മുമ്പേ ഒരു അരി ഇറക്കുന്നത്. അത് തുറന്നു കാണിക്കാൻ ഈ പ്രതിപക്ഷത്തിന് കഴിഞ്ഞാൽ വിചാരിച്ച ഗുണം കിട്ടണമെന്നില്ല. അല്ല, അത് BJP തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെ തൃശ്ശൂര് ഒരു വലിയൊരു ക്യാമ്പയിൻ നടത്തി പ്രധാനമന്ത്രി തന്നെ വന്ന് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ പ്രസ്താവന വന്നു? ഇത് തൃശ്ശൂരിൽ തന്നെ വരുന്നു, ക്രിസ്ത്യാനികളെ ലാക്കാക്കി കൊണ്ടുവരുന്നു. അതിന് പിന്നിൽ ഒരു അജണ്ട ഉണ്ടെന്ന് ഞാൻ കരുതുന്നത്. അത് BJPയിലുള്ള സുരേഷ് ഗോപി വിരുദ്ധരുടെ അജണ്ട ആവാനാണ് സാധ്യത. സുരേഷ് ഗോപി എങ്ങാനും ജയിച്ചു പോയി കഴിഞ്ഞാൽ ഇവരെയൊക്കെ ഫ്യൂച്ചർ ഡൂംഡ് ആവുമെന്ന് പലരും വിചാരിക്കുന്നുണ്ട്. പക്ഷെ RV ബാബുവിനെയൊക്കെ പോലെയുള്ള, RV ബാബു അത്രക്കാരനായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ RV ബാബുവിന്റെ ഈ പ്രസ്താവന ആസ്ഥാനത്തുള്ളതാണ്. അത് സുരേഷ് ഗോപിയെ നെഗറ്റീവായിട്ട് ബാധിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുപാട് കുഴിച്ചു നോക്കേണ്ടി വരും പല സ്ഥലങ്ങളും. ഇതൊന്നും ഒരു കാര്യം നടക്കാനും പോകുന്നില്ല. ആകപ്പാടെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഈ 1-2 പള്ളികൾ, മുസ്ലിം പള്ളികളുടെ കാര്യത്തിലും കൂടി തീരുമാനമായി കഴിഞ്ഞാൽ ഈ ക്യാമ്പയിൻ RSS തന്നെ നിർത്തിവെക്കും. പിന്നെ അങ്ങനെ നിർത്തിവെക്കാൻ പോകുന്ന ഒരു ക്യാമ്പയിൻ എന്തിനാണ് ഈ രീതിയിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത് വലിയ ചോദ്യമാണ്. പിന്നെ RSSന്റെ പല സഹയാത്രികരും ഇങ്ങനെ പലരും ചെയ്യാറുണ്ട്. അത് പലരും അതിവാദികളാണ്. ഞാൻ തന്നെ പല വിഷയങ്ങളിലും ചില ചാനലുകൾ ഡിബേറ്റിന്, മെയിൻ സ്ട്രീം ചാനൽ അല്ലാത്ത ചാനലുകൾ ഡിബേറ്റിന് പോകാതിരിക്കാൻ കാരണം ഇവര് വന്നിട്ട് ഈ രീതിയിൽ മുസ്ലിങ്ങളെ പറ്റി ഭയങ്കര മോശമായിട്ട് പറയും. മുസ്ലിങ്ങളെ പറ്റി ഇങ്ങനെ മോശമായിട്ട് പറയുന്ന ചരിത്രവും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ വേദങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് തിരിച്ചു നമുക്ക് മറുപടി അറിയാൻ പറ്റും. അത് നമ്മൾ എന്തുകൊണ്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ എന്തുകൊണ്ട് പറയുന്നില്ല? നമ്മൾ എന്തിനാണ് നമ്മളെ സുഹൃത്തുക്കളായ ഹിന്ദുക്കൾക്ക് വിഷമം ഉണ്ടാക്കുന്നത്? ഇവർക്ക് അങ്ങനെ മുസ്ലിം സുഹൃത്തുക്കളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ സഹയാത്രികൾ ഇപ്പോൾ RSSലുള്ള സാധ്യതകളും ഇല്ലാതാക്കാനും അവരുടെ അറിവും അവരുടെ താല്പര്യങ്ങളും എല്ലാം തന്നെ മറ്റു വിവിധ ജനവിഭാഗങ്ങളെ പരസ്പരം അടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത്തരം ഒരു സാഹചര്യം നല്ലതല്ല. അങ്ങനെയുള്ള ആളുകളെ കൃത്യമായിട്ട് ഇടപെട്ട് BJPയും സംഘവും തന്നെ നിയന്ത്രിക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നില്ല ഇത് BJPയുടെ സെൻട്രൽ ലീഡർഷിപ്പോ സംഘത്തിന്റെ നാഗ്പൂർ ലീഡർഷിപ്പോ നടന്നിട്ടായിരിക്കില്ല. ഇവിടെയുള്ള ചില ആളുകളുടെ ചില പ്രത്യേക താല്പര്യത്തിന് വേണ്ടി എന്തോ അജണ്ടകൾ അവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. അതിൽ RV ബാബുവിനെ പോലെയുള്ള ഒരാൾ പെട്ടുപോയി എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു കാര്യമായി എനിക്ക് തോന്നുന്നത്.